ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ശ്രീമദ് നാരായണീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 35-ാം ദശകത്തിലെ 5-ാം ശ്ലോകത്തെ കാണാം. കേശൈർ ആശാന്തരോപാഹൃത ഗിരിനികരൈ സേതുമാഥാപ്യയാദോ യാദോന്യാമർദ്യദംഷ്ട്രാ നഖശിഖരി ശിലാസാല ശസ്ത്രൈ സുസൈന്യൈ വ്യാകുർവൻ സാനുജസ്ത്വം സമരഭുവി പരം വിക്രമം ശക്രജേത്ര വേഗാത് നാഗാസ്ത്രബദ്ധ പദകപതികരൂൻ മാരുതേർ മോചിതോ ഭൂ. ഓരോ വാക്കുകളിലേക്കും അർത്ഥതലങ്ങളിലേക്കും ആദ്യം ശ്രദ്ധ ചെയ്യാം. കീശൈ വാനരന്മാരെ കൊണ്ട് ആശാന്തരോ ഉപാഹൃത ഗിരിനികരൈ ദിഗന്ധരങ്ങളിൽ നിന്ന് കൊണ്ടുവരപ്പെട്ട പർവ്വത സമൂഹങ്ങളാൽ സേതും ആധാപ്യ ചിറകെട്ടിച്ചിട്ട് യാതഹ ലങ്കയെ പ്രാപിച്ച് ദ്രംഷ്ട്രാ നഖശിഖാര് ശില സാലശത്രൈ ദ്രംഷ്ട്രകൾ നഖങ്ങൾ പർവ്വതങ്ങൾ പാറകൾ വൃക്ഷങ്ങൾ ഇവയാകുന്ന ആയുധങ്ങളോടുകൂടിയ സ്വസൈന്യേ സ്വന്തം സൈന്യങ്ങളെ കൊണ്ട് യാദോനി ആമർദ്യ രാക്ഷസന്മാരെ മർദ്ദിച്ച് സമരഭുവി യുദ്ധക്കളത്തിൽ പരം വിക്രമം വ്യാകുർവൻ അത്യന്തം പരാക്രമത്തെ പ്രകടിപ്പിക്കുന്ന സാനുജഹത്വം ലക്ഷ്മണസഹിതനായ അലയോ ഗുരുവായൂരപ്പ അങ്ങ് ശക്രജേത ഇന്ദ്രജിത്തിനാൽ നാഗാസ്ത്രബദ്ധ നാഗാസ്ത്രം കൊണ്ട് ബന്ധിക്കപ്പെടുകയും വേഗത്തിൽ പദകപതി ഗുരുന്മാരുതേ മോചിത അഭൂ ഗരുഡന്റെ ചിറകുകളിൽ നിന്നും പുറപ്പെട്ട കാറ്റിനാൽ മോചിക്കപ്പെടുകയും ചെയ്തു. തുടർന്ന് സേതുബന്ധനത്തെ വർണ്ണിക്കുകയാണ് ഈ ശ്ലോകത്തിൽ. ഓരോ ജീവനും അനേകം ശരീരങ്ങൾ കൂടി സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഏതെങ്കിലും ഒരു ജന്മത്തിൽ ഭഗവാനെ ശരണാഗതി അടയുവാനുള്ള ഭാഗ്യം കിട്ടും. അപ്പോൾ മാത്രമേ ആ ജീവന് മുക്തി ലഭിക്കുകയുള്ളൂ. ശരണാഗതി അടയുക എന്നാൽ എല്ലാം വിട്ട് ഭഗവാനെ തന്നെ ആശ്രയിക്കുക എന്നർത്ഥം. ശ്രീമദ് ഭാഗവതം ആദ്യമേ തന്നെ ഈ രഹസ്യത്തെ പറഞ്ഞു തരുന്നു. ബഹൂനാം ജന്മനാമന്തേ നാരായണ സ്മൃതി. അനേകം ജന്മങ്ങൾക്ക് ശേഷമാണ് നാരായണ സ്മൃതി ഉണ്ടാവുക. ജന്മലാഭ പരപുംസം അന്തേ നാരായണ സ്മൃതി. ഭഗവത് നാമസ്മരണയോടെ സദാ ജീവിതം നയിക്കുവാൻ സാധിച്ചാൽ, അഥവാ ഭഗവാനെ ശരണം പ്രാപിക്കുന്ന ഒരു ജന്മം കിട്ടിയാൽ ആ ജന്മം സഫലമായി. ഗീത പറയും, സർവധർമ്മ പരിത്യജ്യ എല്ലാം വിട്ട് എന്നെ ആശ്രയിക്കൂ എന്ന്. കഴിഞ്ഞ ശ്ലോകത്തിൽ 2 ശരണാഗതി കാണിച്ചു. ഭക്തിയോടുകൂടിയ വിഭീഷണ ശരണാഗതിയും അഹങ്കാരത്തോടുകൂടിയുള്ള സമുദ്രത്തിൻ്റെ ശരണാഗതിയും. പാപവാസനയുള്ളപ്പോൾ ഭഗവാനെ ശരണം പ്രാപിക്കുവാൻ കഴിയുകയില്ല. പാപവാസന ഇല്ലാതാകണം, എങ്കിലേ ഭഗവാനെ ലഭിക്കൂ. ഭക്തനായ രാവണ സഹോദരനോട് രാമൻ പറയുന്നുണ്ട്, ജീവൻ എനിക്ക് അഭിമുഖമാകുമ്പോൾ ആ ജീവൻ്റെ അനേക ജന്മങ്ങളിലെ പാപം നശിക്കപ്പെടുന്നു. ലോപിക്ക് ധനത്തിനുള്ള ആഗ്രഹം പോലെ ഹേ വിഭീഷണ, നിന്നെ പോലെയുള്ള സജ്ജനങ്ങളെ എനിക്ക് പ്രിയമാണ് എന്നിങ്ങനെ. രാവണന്റെ കൊട്ടാരത്തിലാണ് താമസമെങ്കിലും വിഭീഷണന്റെ മനസ്സ് മുഴുവൻ ഭഗവാനിലായിരുന്നു.
സന്ദർഭം കിട്ടിയപ്പോൾ ഉടൻ ഭഗവാനെ പ്രാപിച്ചില്ലേ? ഹനുമാൻ ഒഴികെ രാമൻ്റെ കൂടെയുള്ളവർ എല്ലാവരും എതിർത്തു. ശത്രുരാജ്യത്തിൽ നിന്ന് വന്ന ആളാണ്, രാവണ സഹോദരനാണ്, ഇവൻ വഞ്ചകനാണ് എന്നെല്ലാം പറഞ്ഞു നോക്കി. എന്നാൽ ഭഗവാൻ പറഞ്ഞു, സകൃദൈവ പ്രപന്നായ തവാസ്മീതി യാചതേ. ആരെങ്കിലും ഒരിക്കൽ എന്നിൽ ശരണാഗതി പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭക്തന് അഭയം നൽകുക എന്നുള്ളത് എൻ്റെ ധർമ്മമാണ്. അഭയം സർവഭൂതേഭ്യോ ദദാമി ഏതദ്വ്രതം മമ. എന്നാൽ പാപവാസനയുള്ളപ്പോൾ ഭഗവാനെ ആശ്രയിക്കുവാൻ തോന്നില്ല. ഭഗവാൻ അടുത്തു വന്നാൽ പോലും രാവണൻ പറയുന്നുണ്ട്, ജാനാമി ധർമ്മം നചമേ പ്രവൃത്തി, ജാനാമി അധർമ്മം നചമേ നിവൃത്തി. ധർമ്മം എന്താണ് എന്ന് എനിക്കറിയാം, അധർമ്മത്തെയും ഞാൻ അറിയുന്നു. എങ്കിലും എനിക്ക് അധർമ്മത്തിൽ നിന്നും പിന്തിരിയുവാൻ സാധിക്കുന്നില്ല, ധർമ്മം ചെയ്യാനും കഴിയുന്നില്ല. കേനാഭി ദേവേഹൃദിസ്ഥിതേന, ഏതോ ഒരു ആൾ എൻ്റെ ഉള്ളിലിരുന്ന് അധർമ്മം പ്രവർത്തിപ്പിക്കുന്നു. അതായത് ജീവന് ശുദ്ധി വരുമ്പോഴേ ഭഗവാനെ ആശ്രയിക്കാൻ തോന്നുകയുള്ളൂ. ജീവിതം ഒരു നിത്യപൂജയാണ് സാധകനെ സംബന്ധിച്ചിടത്തോളം. സമുദ്രദേവനായ വരുണൻ വന്ന് ഭഗവാനോട് മാപ്പപേക്ഷിച്ചു. സമുദ്രത്തിൽ വിശ്വകർമാവിൻ്റെ പുത്രനായ നളൻ്റെ നേതൃത്വത്തോടെ സേതു ബന്ധിക്കണമെന്ന് നിർദ്ദേശിക്കപ്പെട്ടു. ആ സേതുവിനെ സാഗരം താങ്ങുമെന്ന് വാഗ്ദാനവും വരുണൻ നൽകി. വരുണൻ വിടവാങ്ങിയ ശേഷം സുഗ്രീവനോടും ലക്ഷ്മണനോടും അസംഖ്യം വാനര സൈന്യത്തോടും കൂടി ഉടൻ തന്നെ സേതുബന്ധനത്തിനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യപ്പെട്ടു. വാനരന്മാർ ഓരോ ദിക്കിൽ നിന്നും പർവ്വതങ്ങളെ പിഴുതുകൊണ്ടുവന്ന് സമുദ്രത്തിൽ നിക്ഷേപിച്ച് വലിയ മരങ്ങൾ പറിച്ചെടുത്തും കല്ലും മണ്ണും മരങ്ങളുമെല്ലാം കൊണ്ട് സേതുവിനെ ബന്ധിച്ചു. ആ ചിറയിലൂടെ രാമലക്ഷ്മണന്മാരും വാനരനായകന്മാരും സൈന്യവും ലങ്കയിൽ എത്തിച്ചേർന്നു. സംസാര സാഗരത്തിനുള്ളിലെ ലങ്കയിൽ പെട്ടിരിക്കുന്ന സാധകനെ രക്ഷിക്കുവാൻ ഈശ്വരൻ നടത്തുന്ന സേതുബന്ധനമാണ് ഇത്. ഗുരുവായ ഹനുമാനും വാനരന്മാരായ ആധ്യാത്മിക ചിന്തകളും ലക്ഷ്യബോധമാകുന്ന ലക്ഷ്മണനും ഈശ്വര ചൈതന്യവുമായ രാമനും ഒന്നിച്ചു ചേർന്നാൽ മാത്രമേ ശരീരവും മനസ്സും ചേർന്ന ജീവാത്മാവായ സീതയെ രക്ഷിക്കാനാവൂ. ഒരു തരത്തിൽ പറഞ്ഞാൽ സാധകൻ്റെ സാധന തന്നെയാണ് ഈ സേതുബന്ധനവും സാഗര ലംഘവും. ജീവൻ പടിപടിയായി മായയിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ് ഈശ്വരഹിതം. ഏതു കർമ്മത്തെയും ഫലപ്രാപ്തിയിൽ എത്തിക്കുവാൻ ആവശ്യം 5 ഹേതുക്കൾ വേണം. ഭഗവത്ഗീത പറയുന്നു, അധിഷ്ഠാനം തഥാ കർത്ത കരണം ച പൃഥഗ്വിധം വിവിധാശ്ച പൃഥക് ചേഷ്ട ദൈവം ചൈവാത്ര പഞ്ചമം. ഒരു കർമ്മത്തിന് 5 ഹേതുക്കളുണ്ടാകും. ആ കർമ്മം ആരംഭിക്കുവാനും തുടരുവാനും ഒടുങ്ങുവാനുമുള്ള കർമ്മരഹിതമായ ആശ്രയം. രണ്ടാമതായി, കർമ്മത്തിൽ ഞാൻ ചെയ്യുന്നു എന്ന് അഭിമാനിക്കുന്ന ജീവാംശം. 3, കർമ്മം ചെയ്യാൻ കർത്താവിന് ആവശ്യമായ ഉപകരണങ്ങൾ. 4, പലവിധത്തിലുള്ള ചലനങ്ങൾ. 5, വിവിധ കർമ്മങ്ങളുടെ ആകെ തുകയായ വിധി. ഇവിടെ അധിഷ്ഠാനം സാഗരമാണ്. സേതുവിലെ ഓരോ കല്ലുകളെയും താങ്ങുന്നത് സാഗരമാണ്, സംസാര സാഗരമാണ്. ദൈവാനുഗ്രഹമുണ്ടെങ്കിൽ നമ്മുടെ കർമ്മങ്ങൾ നാം ചെയ്തു പോകുമ്പോൾ നമ്മൾ ആ സാഗരത്തിൽപ്പെട്ടു പോകാതിരിക്കുവാൻ ആ സാഗരം തന്നെ നമ്മെ കാത്തുകൊള്ളും. ബ്രഹ്മാവ് സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിൻ്റെ മായാബന്ധനത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ
മകനായ നളൻ സൃഷ്ടിക്കുന്ന പാലത്തിലൂടെ സഞ്ചരിച്ച് സദ്വിചാരങ്ങളും ശീലങ്ങളുമാകുന്ന ചലനങ്ങൾ കൊണ്ട്, അതായത് വാനരന്മാരാൽ ശേഖരിക്കപ്പെട്ട വിവിധതരം കല്ലുകളും മരങ്ങളും മണ്ണുകളുമാകുന്ന ഉപാധികളിലൂടെ ശ്രീരാമനാകുന്ന ഈശ്വര ചൈതന്യവും ചേർന്ന് വന്നാലേ ദുർവാസനകളായ രാവണനെയും മറ്റും നശിപ്പിച്ച് മനസ്സും ശരീരവുമാകുന്ന ജീവാത്മാവാകുന്ന സീതയെ വീണ്ടെടുക്കുവാനായി കഴിയുകയുള്ളൂ. ഈ മായാസാഗരവും ഈശ്വര സൃഷ്ടിയൻ അല്ലാതെ മറ്റൊന്നുമല്ല. കർമ്മവും കർത്താവും എല്ലാം ഈശ്വരൻ്റെ ഇച്ഛ. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും എന്ന് ദൈവദശകത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഉപദേശവാക്കുകൾ പോലെ. ലങ്കയിൽ പ്രവേശിച്ച വാനരന്മാർ ദ്രംഷ്ടകൾ, നഖങ്ങൾ, പർവ്വതശിഖരങ്ങൾ, പാറകൾ, വൃക്ഷങ്ങൾ എന്നിവയാകുന്ന ആയുധങ്ങളോടുകൂടി സ്വന്തം സൈന്യങ്ങളെ കൊണ്ട് രാക്ഷസന്മാരെ തകർത്തു തുടങ്ങി. രാമനും ലക്ഷ്മണനും യുദ്ധഭൂമിയിൽ വലുതായ പരാക്രമം കാണിച്ചു. യുദ്ധത്തിനിടയിൽ മായാപ്രയോഗത്തിൽ നിപുണനായ ഇന്ദ്രജിത്ത് അങ്ങയെയും ലക്ഷ്മണനെയും നാഗാസ്ത്രം കൊണ്ട് ബന്ധിച്ചു. എങ്കിലും തൽക്ഷണം അതിവേഗത്തിൽ പറന്നെത്തിയ ഗരുഡൻ്റെ ചിറകുകളിൽ നിന്ന് വീശിത്തുടങ്ങിയ കാറ്റേറ്റ് അസ്ത്രഭൂതങ്ങളായ നാഗങ്ങൾ ഓടിപ്പോവുകയും രാമലക്ഷ്മണന്മാർ വിമുക്തരാവുകയും ചെയ്തു. സർപ്പങ്ങളുടെ ശത്രുവാണല്ലോ ഗരുഡൻ. അതുമാത്രമല്ല, അമൃത് കൊണ്ടുവന്ന ആളുമാണ് ഗരുഡൻ. അതിനാൽ ആ ഗരുഡൻ്റെ ചിറകടിയിൽ തന്നെ നാഗങ്ങളെല്ലാം അപ്രത്യക്ഷമായി. ഇന്ദ്രജിത്ത് ഇന്ദ്രനെ ജയിച്ചവൻ, അതായത് ഇന്ദ്രിയ ജയം നേടിയവൻ എന്നർത്ഥം. പക്ഷേ രജോ ഗുണത്തിൻ്റെ കൂടെ ആയതിനാൽ അഹങ്കാരഭാവം ഉള്ള ആളാണ് ഇന്ദ്രജിത്ത്. ആ ഇന്ദ്രജിത്തിൻ്റെ മായാപ്രയോഗം എന്നാൽ ലൗകികമായ സുഖങ്ങൾ, പ്രസിദ്ധി തുടങ്ങിയ ജീവനെ സുഖിപ്പിക്കുന്ന മായാഭ്രമങ്ങളാണ്. ഇന്ദ്രിയജാലങ്ങളുടെ പ്രഹരം കൊണ്ട് ലക്ഷ്യബോധം പ്രജ്ഞ അറ്റുപോയാൽ ആ ലക്ഷ്യബോധത്തെ പ്രജ്ഞയെ തിരിച്ചു കൊണ്ടുവരുവാൻ ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന ചിറകുകളുള്ള വേദസ്വരൂപനായ ഗരുഡന് മാത്രമേ കഴിയുകയുള്ളൂ. ജ്ഞാനസ്വരൂപനായ ഗുരുവാണ്, അഥവാ ഗുരുസ്വരൂപമാണ് ഗരുഡൻ. നമ്മുടെ ലക്ഷ്യബോധം അറിയുമ്പോൾ ആ ബോധത്തെ ചൈതന്യപൂർണമാക്കുവാൻ ജ്ഞാനസമ്പന്നനായ ഗുരുവര്യന് മാത്രമേ സാധ്യമാവുകയുള്ളൂ. ഒരിക്കൽ കൂടി ഈ ശ്ലോകത്തെ ജപം ചെയ്യാം. കീശൈർ ആശാന്തരോ ബാഹൃത ഗിരിനികരൈ സേതുമാധാപ്യയാദോ യാദൂന്യാമർദ്യദംഷ്ട്ര നഖശിഖരി ശിലാസാലശസ്ത്രൈ സ്വസൈന്യൈ വ്യാകുർവൻ സാനുജസ്ത്വം സമരഭുവി പരം വിക്രമം ശക്രജേത്ര വേഗാത് നാഗാസ്ത്രബദ്ധ പദകപതികരൂൻ മാരുതേർ മോചിതോ ഭോ. ഓം തത്സത്. ഹരി ഓം.